ശരിക്കും സാറ്റലൈറ്റ് ചാനലുകൾ ഇപ്പം പടങ്ങൾ അങ്ങനെ എടുക്കുന്നുണ്ട്? വളരെ കുറവാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ആകെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഒറ്റ ചാനൽ മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ ചില ചാനലുകളൊക്കെ എടുക്കണ്ടേ. എത്ര നിങ്ങൾ 50 കോടി മേടിക്കുക സിനിമയാണെങ്കിൽ 25 ലക്ഷം രൂപ, അതാണ് അവരുടെ റേറ്റ്. അങ്ങനെയൊക്കെ അത് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അതെ, കാര്യമില്ല. അപ്പോൾ സാറ്റലൈറ്റ് ഓൾമോസ്റ്റ് സാറ്റലൈറ്റ് ചാനലുകൾ തന്നെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. 1-2 ചാനലുകൾ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ സിനിമയിൽ ആരെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ നിന്ന് പൈസ കിട്ടുകയാണെങ്കിൽ മാത്രം ആ ബിസിനസ് ക്ലിക്ക് ആവുള്ളൂ. കാരണം സാർ ഇപ്പോൾ തിയേറ്ററിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കിപ്പോൾ ഈ തിയേറ്ററിൻ്റെ എണ്ണം ഇപ്പം A ക്ലാസ് B ക്ലാസ് C ക്ലാസ് ഒന്നും ഇല്ലാതെയായി അത്യാവശ്യം കൊള്ളാവുന്ന തിയേറ്ററുകൾ എല്ലായിടത്തും വന്നിട്ടുണ്ട്. ഈ എണ്ണം കൂടിയത് കൊണ്ട് നമുക്കൊരു ഷോർട്ട് ടൈമിൽ തന്നെ ഇത് തിരിച്ചു കിട്ടാനുള്ള സാധ്യത കൂടുതലല്ലേ? പിന്നെ പണ്ട് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ A ക്ലാസ് B ക്ലാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു ഗ്രാമങ്ങളിലൊക്കെ എത്തുമ്പോൾ ചിലപ്പോൾ ഒരു 3-4 മാസമൊക്കെ എത്തിക്കഴിഞ്ഞിട്ടൊക്കെയാണ് എത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ ഈ പറയുന്ന കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നത് 500-600 സ്ക്രീനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 ആഴ്ച കൊണ്ടൊക്കെ തന്നെ അത്യാവശ്യം പൈസ നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം തിരിച്ചു വരും. Watch full video on ABC Malayalam Business.